പ്രമുഖ വ്യവസായിയും നിർമ്മാതാവുമായ ഗോകുലം ഗോപാലൻ്റെ വീട്ടിലും ധനകാര്യ സ്ഥാപനങ്ങളിലും ED റെയ്ഡ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 5 ഇടങ്ങളിലാണ് പരിശോധന. ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുന്നു. ചിട്ടി ഇടപാടുകളുടെ മറവിൽ ഫെമ നിയമം ലംഘിച്ചെന്ന പരാതിയിലാണ് പരിശോധന. 1000 കോടിയുടെ വിദേശ വിനിമയ ചട്ട ലംഘനമെന്ന പ്രാഥമിക വിവരം. വിവരങ്ങളുമായി നന്ദഗോപനും ഗോകുലും ചേരുന്നു. ആദ്യം നന്ദഗോപനിലേക്ക്. നന്ദഗോപൻ, ഗോകുലം ഗോപാലിൻ്റെ ധനകാര്യ സ്ഥാപനങ്ങളിലാണ് മിന്നൽ പരിശോധന നടക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 5 ഇടങ്ങളിൽ പരിശോധന. ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുന്നുമുണ്ടല്ലോ, കൂടുതൽ വിവരങ്ങൾ. ഇവിടെയാണ് ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസ് അടക്കമുള്ളവ പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് കൊച്ചിയിൽ നിന്നുമുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അടക്കം എത്തി രാവിലെ മുതൽ തന്നെ പരിശോധന ആരംഭിച്ചത്. നമുക്ക് ലഭ്യമായ സൂചനകൾ അനുസരിച്ച് ഈ ഗോകുലം ചിട്ടി കമ്പനിയിലേക്ക് അടുത്തിടെ ഏതാണ്ട് വലിയൊരു നിക്ഷേപ തുക വന്നതായും അത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നും അറിയാൻ കഴിയുന്നു. അതേസമയം തന്നെ ഫെമ നിയമത്തിന്റെ ലംഘനമുണ്ടായതായും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരിശോധനയും അറിയാൻ കഴിയുന്നത്. പരിശോധനയാണ് ഗോകുലത്തിന്റെ ഈ ചെന്നൈയിലെ ഓഫീസിൽ നടക്കുന്നത്. നേരത്തെ 2 വർഷം മുമ്പ് സമാനമായ രീതിയിൽ ഫെമ നിയമം ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഗോകുലം ഗോപാലിനെ കൊച്ചിയിലെ ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ നടത്തിയിരുന്നു. മാത്രമല്ല 1000 കോടി രൂപയിലധികം വരുന്ന നികുതി വെട്ടിപ്പ് അന്ന് കണ്ടെത്തിയതോടെ പ്രധാന രേഖകൾ ഈ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിരുന്നു. ഫണ്ട് വകമാറ്റൽ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാടുകളിൽ കമ്പനി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കൂടിയാണ് ഇപ്പോൾ ഈ ചെന്നൈയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ കൊച്ചിയിൽ നിന്നുമുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധന നടത്തുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും ED റെയ്ഡ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡാണ് നടക്കുന്നത്. ഗോകുലും കൂടി ചേരുന്നു. ഗോകുലം ചിട്ടി ഫണ്ടിന്റെ പ്രധാനപ്പെട്ട ഓഫീസുകളിലെല്ലാം റെയ്ഡ് നടക്കുന്നു. അതേപോലെ തന്നെ ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുന്നുമുണ്ടല്ലോ. മറ്റു വിവരങ്ങൾ എന്തെല്ലാം ഗോകുൽ? 11:30 കൂടിയിട്ടാണ് ഈ കോഴിക്കോട് അരയടത്ത് പാലത്തിലുള്ള ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലേക്ക് ED സംഘം എത്തുന്നത്. കൊച്ചിയിൽ നിന്നുള്ള യൂണിറ്റ് തന്നെയായിരുന്നു എത്തിയത്. 3 ടൂറിസ്റ്റ് ടാക്സിയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു വാഹനത്തിലുമാണ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. തുടർന്ന് 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പരിശോധനയും ചോദ്യം ചെയ്യലും ഒക്കെ ഇവിടെ നടന്നതിന് ശേഷം അല്പസമയം മുമ്പാണ് ED ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് തിരിച്ചിട്ടുള്ളത്. തിരിച്ചിറങ്ങുന്ന സമയത്ത് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നെങ്കിലും അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോകുലം ഗോപാലൻ പ്രതികരിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും അദ്ദേഹം ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ EDയുടെ റെയ്ഡും ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടൊരു പത്രക്കുറിപ്പ് ഈ ഗോകുലം ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 11:30 കൂടിയിട്ടായിരുന്നു ED ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയത്. കോഴിക്കോട് അരയിടത്തു പാലത്തിന് സമീപത്തുള്ള ഗോകുലം മാളിനോട് ചേർന്നിട്ടുള്ള മാളിലും അതിനോട് ചേർന്നിട്ടുള്ള കോർപ്പറേറ്റ് ഓഫീസിലുമായിരുന്നു റെയ്ഡ്. 4 അംഗ സംഘം 4 വാഹനങ്ങളിലായിട്ടായിരുന്നു യൂണിറ്റുകൾ എത്തിയിട്ടുണ്ടായിരുന്നത്. CRPFന്റെ സായുധ സേനാ അംഗങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ഒരു സ്വകാര്യ ചാനലുമായി ബന്ധപ്പെട്ട ഡയറക്ടറേറ്റ് യോഗം ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് ED ഉദ്യോഗസ്ഥർ എത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഗോകുലം ഗോപാലന്റെ വടകരയിലുള്ള വീട്ടിലേക്കും 2-3 അംഗങ്ങളടങ്ങിയ ED ഉദ്യോഗസ്ഥർ പോകാൻ തുടങ്ങിയതായിരുന്നു. പിന്നീട് ഗോകുലം ഗോപാലിനെ ബന്ധപ്പെട്ട സമയത്ത് ഡയറക്ടറേറ്റ് യോഗം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നീട് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് കൃത്യമായ കാരണം എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ ലഭ്യമല്ല എങ്കിലും നേരത്തെ നന്ദഗോപൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശത്തു നിന്ന് വലിയൊരു തുക സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഒരു അക്കൗണ്ടിലേക്ക് വലിയ അളവിൽ പണം വന്നിട്ടുണ്ട്. ഇതിന്റെ സ്രോതസ് എന്താണ് എന്നതിനെ സംബന്ധിച്ച കാര്യമാണ് ഈ ED ഉദ്യോഗസ്ഥരുടെ ഇന്നത്തെ ഈ റെയ്ഡിന് പിന്നിൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വലിയ ഒരു തുകയാണ് വന്നിട്ടുള്ളത് എന്നാണ് അവരിൽ നിന്ന് അറിയാൻ വേണ്ടി സാധിച്ചത്, അല്ലെങ്കിൽ EDയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് അറിയുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഫെമയുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ട് ED ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിട്ടില്ല. ഗോകുലം ഗോപാലന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല. ഗോകുലം ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല. ഗോകുലം ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഉടനടി തന്നെ എന്തെങ്കിലും വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം ഉണ്ടാവുമെന്നാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. വിനോദം. തീർച്ചയായിട്ടും ഗോകുലം ചിട്ടി ഫണ്ടിൻ്റെ തമിഴ്നാട്ടിലും കേരളത്തിലും അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ മിന്നൽ പരിശോധനയാണ് നടക്കുന്നത്. ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തു വരുന്നു. 1000 കോടി രൂപയുടെ
വിദേശ വിനിമയ ചട്ട ലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക വിവരങ്ങൾ. ഔദ്യോഗിക വിവരങ്ങൾ ഇനിയും പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപനും ഗോകുലും.